എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ NH-66 കല്ലുവാതിക്കൽ നിർമ്മിക്കുന്ന ടോൾ ഗേറ്റിൻ്റെയും അണ്ടർപാസിൻ്റെയും പാറയിൽ ജംഗ്ഷൻ റോഡ് നിർമ്മാണത്തിൻ്റെയും അപ്ഡേറ്റ് ആണ്. പാരിപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുമ്പോൾ വരുന്ന ആദ്യത്തെ ടോൾ പ്ലാസയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനോട് അനുബന്ധമായ കോൺക്രീറ്റ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ടോൾ പ്ലാസയുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പില്ലർ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യത്തെയും രണ്ടാമത്തെയും ടോൾ പ്ലാസയോട് ചേർന്നുള്ള യൂട്ടിലിറ്റി ബിൽഡിങ്ങിൻ്റെയും ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ടൈൽസ് വർക്ക് കംപ്ലീറ്റ് ആയി സാനിറ്ററി വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ആദ്യത്തെ ടോൾ പ്ലാസയിൽ നിന്നും 200 മീറ്റർ മാറി തിരുവനന്തപുരം ഡയറക്ഷനിലേക്കുള്ള രണ്ടാമത്തെ ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഓഫീസ് ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇവിടെയും ടോൾ ഗേറ്റിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലെ കോൺക്രീറ്റ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് താഴ്ന്ന പ്രദേശമായതിനാൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് മണ്ണ് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുന്നത് കല്ലുവാതിക്കൽ നിർമ്മിക്കുന്ന അണ്ടർപാസിലേക്കാണ്. ഇപ്പോൾ രണ്ട് സൈഡിലേക്കുമുള്ള വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി കല്ലുവാതിക്കൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തെ വർക്ക് അപ്ഡേറ്റ് നമുക്ക് കാണാം. ഒരു മാസത്തിന് മുന്നെയാണ് കല്ലുവാതിക്കൽ ഭാഗത്തെ വീഡിയോ ചെയ്തത്.
ആ വീഡിയോ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സെൻറ്റർ ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലാണ്. ഇതിൻ്റെ വടക്ക് സൈഡിൽ ഇനി കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട്. അതിനാൽ വാഹനങ്ങൾ അതുവഴി കടന്നു പോവില്ല. ഇനി ഇതിൻ്റെ മറുവശത്തേക്ക് സർവീസ് റോഡ് വഴി പോകാം. അണ്ടർപാസിന് അകത്തുള്ള ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും വാഹനങ്ങൾ ഇപ്പോൾ അതുവഴി തന്നെയാണ് കടത്തിവിടുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അണ്ടർപാസിൻ്റെ വടക്ക് വശത്തെ കാഴ്ചയാണ്. ഇവിടെ ഇനി വളരെ കുറച്ച് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ വാഹന ഗതാഗതം മെയിൻ റോഡ് വഴിയാകും.
ഇനി ഇവിടെ നിന്ന് നേരെ പാറയിൽ ജംഗ്ഷനിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ വർക്ക് ആവശ്യമുള്ള സ്ഥലമാണ് പാറയിൽ ജംഗ്ഷൻ. പാറയിൽ ജംഗ്ഷനിൽ ഒരു സൈഡിൽ അഗാധമായ ഗർത്തവും മറു സൈഡിൽ പാറയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ആദ്യം പാറ പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം വേണം ഇവിടെ മെയിൻ റോഡ് നിർമ്മിക്കാനുള്ളത്. പടിഞ്ഞാറ് ഭാഗത്ത് കുറേ മണ്ണ് അടിച്ചു കൂട്ടിയിരുന്നു. ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പരിപാടിയാണ് നടക്കുന്നത്. കൂടാതെ ഒരു സൈഡ് കുഴിയായതിനാൽ അവിടെ മണ്ണ് മാറ്റി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുന്ന വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പാറ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡിലെ സർവീസ് റോഡ് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആക്കിയിരുന്നു. അത് 2 ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുവഴി കുരിശുമൂട് ജംഗ്ഷൻ വരെ പോകാം. ഇവിടെ നിന്ന് തിരിച്ച് ടോൾ പ്ലാസ വരെ പോയി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പ്രദേശവാസികൾക്ക് ടോൾ പ്ലാസ സ്കിപ്പ് ചെയ്ത് പാരിപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്കും കൊല്ലത്തു നിന്നും തിരിച്ച് തിരുവനന്തപുരത്തേക്കും പോകാൻ കഴിയുമോ എന്ന് ചിലർ ചോദിച്ചിരുന്നു. 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് 1 മാസത്തേക്ക് ആദ്യം ഫ്രീ പാസ് ലഭിക്കും. അതിനുശേഷം 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും എന്ന് ചില ന്യൂസുകൾ കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർ ദയവായി കമൻറ്റ് ചെയ്യുക. ടോൾ ഗേറ്റ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ പാരിപ്പള്ളിയിൽ നിന്നും മീനമ്പലത്ത് പോയി അവിടെ നിന്നും
കല്ലുവാതിക്കൽ വന്ന് സർവീസ് റോഡിലൂടെ ഇത്തിക്കര പാലത്തിന് മുന്നേ എത്തി വേണം മെയിൻ റോഡിലേക്ക് കടക്കാൻ. തിരുവനന്തപുരം ഭാഗത്ത് ഉള്ളതുപോലെ ഈ റോഡിൽ യു ടേൺ ഇല്ലാത്തതിനാൽ ഒരുപാട് 10 കിലോമീറ്ററോളം സർവീസ് റോഡിൽ സഞ്ചരിച്ചാൽ മാത്രമേ വീണ്ടും മെയിൻ ഹൈവേയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഭാവിയിൽ GPS അനുബന്ധമായിട്ടുള്ള ടോൾ പിരിവാണെങ്കിൽ സഞ്ചരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡിസ്റ്റൻസിന് മാത്രം പേ ചെയ്താൽ മതിയാവും. ചാത്തന്നൂർ ഊറാംവിള KSRTC ബസ് സ്റ്റാൻഡിന് അടുത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേറ്റ് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.